അച്ഛ, കേസ് നമ്മൾ തോറ്റച്ച. പ്രതിസ്ഥാനത്ത് ഒരു പെണ്ണായതുകൊണ്ടായിരിക്കും അല്ലേ? അവന്റെ പോയ ജീവന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ രാജീവ. അവളൊരു കൂസലുമില്ലാണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന രീതിയിലാ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഒരു പെണ്ണാണെന്നുള്ള ധാർഷ്ട്യം, ഈ സമൂഹത്തിനും ഈ നീതിക്കും ന്യായത്തിനും അവളൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള അഹങ്കാരം. പെണ്ണായതുകൊണ്ട് ഒരു കുറ്റം ചെയ്ത അത് ചെയ്തത് ആണാണോ പെണ്ണാണോ എന്നല്ല നോക്കേണ്ടത്, ആ കുറ്റത്തിന്റെ വ്യാപ്തിയാ. അവിടെ ആണെന്നോ പെണ്ണെന്നോ ഇല്ല. ഈ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് മുൻഗണന വേണം. അതിനുവേണ്ടി ഏതറ്റം വരെ വാദിക്കാനും സമരം ചെയ്യാൻ ഈ അച്ഛനുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. അച്ഛൻ തളരരുത്. തളരുന്നതല്ലടാ, വിഷമം കൊണ്ട് പറഞ്ഞു പോന്നതാ. അവസാനം എല്ലാം കൂട്ടിയും കഴിച്ചും വന്നപ്പോ നഷ്ടം മൊത്തം ഞങ്ങൾക്ക് പോയിരുന്നില്ല. ഞങ്ങൾക്ക് ഈ നിയമം നൽകുന്ന ആനുകൂല്യങ്ങൾ നിരപരാധി ഒരു പുരുഷൻ നേരെ ഉപയോഗിക്കേണ്ട ആയുധങ്ങളല്ല. അത് മനസ്സിലാക്കാതെയും തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തട്ടിപ്പോയ പീഡനം, പ്രണയം പിരിഞ്ഞാൽ പീഡനം, വിവാഹബന്ധത്തിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായി അവിടെ പീഡനം. ഈ കൊടുക്കുന്ന പ്രിവിലേജുകളും കാര്യങ്ങളൊക്കെയും ഈ സാധാരണക്കാർക്കെതിരെയുള്ള ആയുധങ്ങളാക്കി മാറുന്നതിനാ. ഉപയോഗിക്കട്ടെ, സവാദിനെ പോലുള്ളവർക്കെതിരെ ഉപയോഗിക്കട്ടെ, പ്രക്ഷോഭം നടക്കട്ടെ. ഇപ്പൊ ഒരു ജീവനല്ലടാ പോയത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും നല്ലവരല്ല, എല്ലാ പുരുഷന്മാരും മോശമല്ല. എന്തെങ്കിലും സത്യം ജയിക്കുമായിരിക്കും അല്ലേ?